ദൈവനാമം മഹത്വപ്പെടട്ടെ. കർത്താവിൽ പ്രിയ വിശ്വാസികളുടെ സമൂഹമേ, നിങ്ങളെവരെയും പ്രഭാതവചനത്തിലേക്ക് വളരെ വിനീതമായി സ്വാഗതം ചെയ്യുന്നു. ഈ വർഷത്തെ 325 ദിവസമാണ് ഇന്ന്, അതായത് 21 നവംബർ 2025. ഇന്ന് ധ്യാന വിഷയമായി കൊണ്ടുവന്നിരിക്കുന്നത് കഷ്ടതയിൽ ആശ്വാസം പകരുന്നവനെ നമുക്ക് ആരാധിക്കാം. കഷ്ടതയിൽ ആശ്വാസം പകരുന്നവനെ നമുക്ക് ആരാധിക്കാം. അതിനായി പരിശുദ്ധനായ പൗലോസ്ലീഹ കൊരിന്ത്യർക്ക് എഴുതിയ 2 ലേഖനം 12 അധ്യായം 8 മുതൽ 10 വരെയുള്ള വേദഭാഗം നമുക്ക് ഒന്ന് നോക്കാം. അത് എന്നെ വിട്ട് നീങ്ങേണ്ടതിന് ഞാൻ 3 വട്ടം കർത്താവിനോട് അപേക്ഷിച്ചു. അവൻ എന്നോട്, എൻ്റെ കൃപ നിനക്ക് മതി, എൻ്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു എന്ന് പറഞ്ഞു. ആകയാൽ ക്രിസ്തുവിൻ്റെ ശക്തി എൻ്റെ മേൽ അവസാനിക്കേണ്ടതിന് ഞാൻ അതിസന്തോഷത്തോടെ എൻ്റെ ബലഹീനതയിൽ പ്രശംസിക്കും. അതുകൊണ്ട് ഞാൻ ക്രിസ്തുവിന് വേണ്ടി ബലഹീനത, കയ്യേറ്റം, ബുദ്ധിമുട്ട്, ഉപദ്രവം, ഞെരുക്കം എന്നിവ സഹിപ്പാൻ ഇഷ്ടപ്പെടുന്നു. ബലഹീനനായിരിക്കുമ്പോൾ തന്നെ ഞാൻ ശക്തനാകുന്നു എന്ന് ഈ വേദഭാഗം നമ്മെ ഉദ്ബോധിപ്പിക്കുന്നു. അതായത് അത് എന്നെ വിട്ട് നീങ്ങേണ്ടതിന് ഞാൻ 3 വട്ടം കർത്താവിനോട് അപേക്ഷിച്ചു. അവൻ എന്നോട്, എൻ്റെ കൃപ നിനക്ക് മതി, എൻ്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു എന്ന് പറഞ്ഞു. അതായത് ഈ പരിശുദ്ധനായ പൗലോസ്ലീഹായ്ക്ക് കിട്ടിയ ഒരു വലിയ മുള്ള്, വലിയ വേദന, അതിനു വേണ്ടിയിട്ട് കർത്താവിൻ്റെ ദാസനായ പൗലോസ്ലീഹ യാചിച്ചു. 3 വട്ടം യാചിച്ചു. അപ്പോൾ പൗലോസ്ലീഹായോട് കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞത്, എൻ്റെ കൃപ നിനക്ക് മതി എന്നാണ്. അങ്ങനെ ഉള്ള ആ ഒരു സാഹചര്യം നമുക്കും ഓരോരുത്തർക്കും വിഷമം വരുമ്പോൾ നമ്മൾ അയ്യം വിളിച്ച് കരയുകയും പിറുപിറുക്കുകയും ചെയ്യുന്നതായ അവസരത്തിൽ പൗലോസ്ലീഹയെ ഓർക്കുക. പൗലോസ്ലീഹയോട് പറഞ്ഞു, എൻ്റെ കൃപ നിനക്ക് മതിയെന്ന്. ആ കൃപ നിറഞ്ഞവനായി അവൻ എല്ലാ വിഷമങ്ങളും സഹിച്ചുകൊണ്ട് അവൻ അവസാനത്തോളം ആ ദൈവത്തിൻ്റെ ദാസനായി കഴിഞ്ഞതായി നമുക്ക് കാണുവാൻ സാധിക്കും. നമുക്ക് അങ്ങനെ ജീവിക്കുവാൻ സാധിക്കുന്നുണ്ടോ എന്ന് നാം നമ്മോട് ചോദിക്കേണ്ട കാലത്താണ് നാം ജീവിക്കുന്നത്. അതായത് നമുക്ക് എല്ലാവർക്കും എല്ലാവിധ സൗകര്യങ്ങളും ഈ ലോകത്ത് നമുക്കിപ്പോൾ ലഭിച്ചിട്ടുണ്ട്. അതൊക്കെയും എൻ്റെ കഴിവുകൊണ്ടാണെന്ന് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കുന്ന കാലത്താണ് നാം ജീവിക്കുന്നത്. എന്നാൽ ഇതൊക്കെയും ദൈവത്തിൻ്റെ കൃപാവരങ്ങൾ കൊണ്ട് മാത്രം നമുക്ക് ലഭിച്ചതാണ് എന്ന് നാം മനസ്സിലാക്കി കഴിയുമ്പോൾ നമുക്ക് അവനെ ആരാധിക്കാതിരിക്കുവാൻ സാധിക്കുകയില്ല. അവനെ നമ്മൾ ആരാധിക്കുന്നുവെങ്കിൽ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും കൂടി അവൻ്റെ പാദത്തിൽ നമ്മളെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നുവെങ്കിൽ നാം അനുഗ്രഹങ്ങളുടെ മുകളിൽ അനുഗ്രഹങ്ങൾ തന്നെ പ്രാപിക്കും എന്നതിന് നമ്മുടെ പിതാക്കന്മാർ ഉദാഹരണമായി നമ്മുടെ മുമ്പിൽ നിൽപ്പുണ്ട്. അവർക്ക് കിട്ടിയതായ ആ കൃപാവരങ്ങൾ നമുക്ക് എല്ലാം തന്നെ കിട്ടാത്തതിൻ്റെ കാരണം നമ്മുടെ വിശ്വാസത്തിൻ്റെ കുറവാണ് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അതിനായി നാം ചെയ്യേണ്ടത്, നമ്മൾ എപ്പോഴും ഓർത്തിരിക്കേണ്ടതായ കാര്യം എന്ന് പറയുന്നത്, കഷ്ടതയിൽ ആശ്വാസം പകരുന്നവനാണ് നമ്മുടെ കർത്താവ് എന്ന് നമുക്ക് ഓർത്തിരിക്കേണ്ടതുണ്ട്. കഷ്ടതയിൽ ആശ്വാസം പകരുന്നവൻ, നാം അവനിൽ വിശ്വസിക്കുന്നുവെങ്കിൽ, അവനെ നാം നമ്മുടെ ഹൃദയത്തിൽ ഇരുത്തുന്നുവെങ്കിൽ നമുക്ക് കഷ്ടത വരും. അതിന് യാതൊരു സംശയവുമില്ല. യോബിൻ്റെ കാര്യം നമ്മൾക്കറിയാം. നീതിമാനായ യോബിനെ സാത്താൻ പരീക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് കർത്താവ് യഹോവയോട് പെർമിഷൻ മേടിച്ചുകൊണ്ടാണ് അവൻ വന്ന് ഇതൊക്കെയും ചെയ്തത്. എന്നാൽ അവൻ പതറിപ്പോകാഞ്ഞതുകൊണ്ട്, അവൻ്റെ കഷ്ടതയിൽ അവൻ മാറിപ്പോകാഞ്ഞതുകൊണ്ട് അവന് യാതൊന്നും സംഭവിക്കാതെ അവൻ്റെ എല്ലാ സ്വത്തുക്കളും ഡബിൾ അവന് കിട്ടുകയും അതോടൊപ്പം തന്നെ അവൻ്റെ മക്കളൊക്കെയും അവന് തിരികെ ലഭിക്കുകയും ചെയ്തതായി നാം ആ വേദഭാഗം വായിക്കുന്നുണ്ട്. അതായത് ആ 42 അധ്യായങ്ങൾ ഇയ്യോബിൻ്റെ പുസ്തകം നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഏവർക്കും മനസ്സിലാകുന്നതായ കാര്യം ഇതാണ്: കഷ്ടതയിൽ അവൻ നമ്മോടൊപ്പം ഉണ്ടായിരിക്കും. ആ കഷ്ടതയിൽ നമ്മൾ പതറാതിരുന്നാൽ മതി. എൻ്റെ കൃപ നിനക്ക് മതി. നീ ഒരു കാരണവശാലും പതറിപ്പോകാതെ നിന്നാൽ മതി എന്നുള്ള ആ ഒരു ആശ്വാസ വാക്കാണ് നമുക്ക് ഏവർക്കും വേണ്ടത്. നമ്മളുടെ വിശ്വാസത്തെ പരീക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമുക്ക് ഓരോ വിഷമങ്ങളും പ്രയാസങ്ങളും
കടന്നുകൂടുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അങ്ങനെ വരുന്ന അവസരത്തിൽ നാം ചിന്തിക്കേണ്ടതായ കാര്യം എന്ന് പറയുന്നത് നമ്മളുടെ വിശ്വാസത്തിന് എവിടെയോ ഭംഗം തട്ടിയിട്ടുണ്ട് എന്നാണ്. ആ വിശ്വാസത്തിന് ഭംഗം തട്ടുമ്പോഴൊക്കെയാണ് നമുക്ക് പ്രശ്നങ്ങൾ നമ്മുടെ ഭവനങ്ങളിലും നമ്മുടെ വ്യക്തിപരമായും ഒക്കെയും ഉണ്ടാകുന്നത് എന്നതിന് യാതൊരു സംശയവുമില്ല. അങ്ങനെ ഒന്നും സംഭവിക്കാതിരിക്കണമെന്നുണ്ട് എങ്കിൽ നാം ആ ഇസ്രായേൽ ജനങ്ങളെക്കുറിച്ച് ഓർക്കുക. ഇസ്രായേൽ ജനങ്ങൾ എപ്പോഴൊക്കെ ദൈവത്തിൽ നിന്ന് അകന്നുവോ അപ്പോഴൊക്കെയും അവർക്ക് ഓരോ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഉണ്ടായി. എന്നാൽ എപ്പോഴൊക്കെ അവർ പശ്ചാത്തപിച്ചോ അപ്പോഴൊക്കെയും അവർക്ക് അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞു കിട്ടുകയും അവരുടെ പക്ഷത്ത് ദൈവം വരികയും ചെയ്തപ്പോൾ അവർ ശക്തിയുള്ളവരായും സന്തോഷമുള്ളവരായും അവർ ജീവിച്ചതായി നമുക്ക് കാണുവാൻ സാധിക്കും. എന്നാൽ നാം നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ആ പരിശുദ്ധാത്മാവിന് മുൻഗണന കൊടുത്തുകൊണ്ട് ആ പരിശുദ്ധാത്മാവ് നമ്മോട് പറയുന്നത് മാത്രം ശ്രമിച്ചുകൊണ്ട് നാം ജീവിക്കുന്നുവെങ്കിൽ കഷ്ടതയിൽ നമുക്ക് ആശ്വാസം പകരുന്ന ദൈവം നമ്മോടൊപ്പം ഉണ്ടായിരിക്കുമെന്ന് മാത്രം ഈ അവസരത്തിൽ ഓർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കട്ടെ. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നന്ദി, നമസ്കാരം.